ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കാട്ടുകള്ള നൗസാദിന്റെ ഇന്നലത്തെ പരിപാടി എന്തായി? അത് സോഹായി, അതിന്റെ കാറ്റ് പോയി. ജബ്ബാറാജിനെ തോൽപ്പിച്ചാൻ വേണ്ടിക്കാരെ ഇവരൊക്കെ ഏൽപ്പിക്കാരൊന്നായിട്ട് പണിയെടുത്തു. എന്നിട്ടിപ്പോ എന്തായി എന്നൊക്കെ ചോദിച്ചു. എന്തായി? ജബ്ബാറാജിനെ പറഞ്ഞു. ജബ്ബാറാജി ഇങ്ങനെ പറ്റിച്ചിരുന്ന് ഓണം വിചാരിച്ചിട്ടുണ്ടാവില്ല. ഞാൻ കാണിച്ചു അവൻ പറഞ്ഞതും ജബ്ബാറാജി പറഞ്ഞതൊക്കെ പച്ച നുണ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. മശൈഖന്മാരുടെ നിർദ്ദേശത്തിലെന്ന് പറഞ്ഞാണ്ടല്ല ഈ കളവ് ഇന്നലെ തട്ടിയിട്ട് പച്ച നുണ. അത് പച്ച നുണ എന്നുള്ള ജബ്ബാറാജിനെ പറഞ്ഞു. ജബ്ബാറാജി എന്താ പറഞ്ഞേ? എന്റെ വിജയത്തില് മുസ്ലിം ജമാഅത്ത് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്, മുസ്ലിം ജമാഅത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇവൻ കാലഘട്ടത്തിന് മശൈഖന്മാരുടെ നിർദ്ദേശത്തില് ജബ്ബാറാജിനെ തോൽപ്പിച്ചാലാണ് ഇവര് പണിയെടുത്തത്. എങ്ങനെയുണ്ട്? പ്രസവിച്ച പെണ്ണ് പറയാ എനിക്ക് വേദന ഇല്ല, കണ്ടുക്കട ഒത്താച്ചി നൗഷാദ് പറയാ അല്ല വേദന ഉണ്ട്. അത് നമുക്ക് കാണാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചില്ല. രണ്ട് ക്ലിപ്പൂടി കാണുമ്പോൾ മനസ്സിലാവും എന്ത് മശായിഖന്മാരുടെ നിർദ്ദേശം. കള്ള ഷെയ്ത്താന്മാരുടെ നിർദ്ദേശം വെച്ച് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. പോളിച്ച് പാളിസായി. കാട്ടുകള്ള നൗഷാദ് ഇന്നലെ മലപ്പുറത്ത് വെച്ച് നടന്ന പരിപാടിയില് ജബ്ബാറാജിയുമായി ബന്ധപ്പെട്ട് ജബ്ബാറാജിനെ തോൽപ്പിക്കാൻ വേണ്ടി ഏപിക്കാര് നന്നായി ശ്രമിച്ചു. എന്നിട്ടിപ്പോ എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വീമ്പടിച്ച്. അപ്പൊ ആ പറഞ്ഞ ഭാഗങ്ങൾ ഓരോന്നോരോന്ന് കണ്ടോളൂ. എന്നിട്ട് ഞാൻ ജബ്ബാറാജി എന്താ പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചുതരാം. പൊട്ടിയ പൊളിഞ്ഞ് പാളീസായി. കാലഘട്ടത്തിലെ മശായിഖന്മാരുടെ നിർദ്ദേശത്തിലാണ് ഞങ്ങൾ പറയല് എന്നും പറഞ്ഞുകാണ്ട് ഒക്കെ അടുപ്പിലായി കാലഘട്ടത്തിലെ മശായിഖന്മാരൊക്കെ. അതൊക്കെ ഞാൻ പറഞ്ഞത് ബാക്കി ആ ക്ലിപ്പുകൾ കാണി. എന്നിട്ട് ഇപ്പോൾ നോക്കുക. പലതുണ്ട്. അതിലൊന്നേ കൽപ്പിച്ചുതരാം. നമ്മളെ എളമരം ജബ്ബാറാജി ഉണ്ടല്ലോ, ജബ്ബാറാജിനെ തോൽപ്പിക്കാനാണല്ലോ കാര്യമായിട്ട് എല്ലാരും കൂടി, എല്ലാ മൊയ്ലമാരും കൂടി മദ്രസിലെ പട്ടിക എടുത്തു വെച്ച് വോട്ടർ പട്ടികയായിട്ട് നടന്നത്. ഓനിപ്പോ കാര്യമായിട്ട് കുറഞ്ഞ തെളിവാണ് ഇപ്പൊ ജബ്ബാറാജിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയാനായിട്ട് കേൾപ്പിക്കുക. ആ ജബ്ബാറാജിനെ എന്താ പറഞ്ഞില്ല ഞാൻ കേൾപ്പിച്ചുതരാം. മനസ്സിലായോ? ഒന്നായിട്ട് തൂറ്റിപ്പോയ കൈ പറട്ടെ. 2-3 ക്ലിപ്പ് ഉണ്ട്, പറട്ടെ. എന്നിട്ട് ഞാൻ കാണിച്ചുതരാം എന്താ ആയത്. നമ്മൾ നോക്കുക. മൊയ്ലിയമാരെല്ലാരും കൂടി ഇറങ്ങി. ഒരു വിചാരം എന്താ അറിയോ? പ്രത്യേകിച്ച് ഇതിന്റെ എല്ലാ ഫിത്തിനിന്റെയും അടിത്തറ കിടക്കുന്നത് ബിസിനസ്മാനിലാണ്. കാരണം അയാളിത് ഒപ്പിച്ച് മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിച്ച് ഒരു ടീമിനെ അടർത്തിയെടുത്ത് അയാൾക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് മുന്നേറണം. അതിനുള്ള തട്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. പച്ച നോണാണ് ഈ നമുക്ക് പറയണ്ടേ. മനസ്സിലായോ? കല്ല് വെച്ച നോണ. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അത്ര വലുപ്പുണ്ടല്ലോ. ഇനിയും പറയട്ടവന്. ഈ പറയുന്ന വ്യാജ മുസ്ലിയാക്കന്മാർ അവര് ഒരുമിച്ചാണ് രംഗത്തിറങ്ങിയത്. വഹാബ് ഈ പോസ്റ്റർ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനത്തെ എല്ലാ സഖാഫികളും. അപ്പൊ അപ്പുറത്ത് വേറൊരുത്തനെ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഹക്കീമിന്റെ തന്ത്ര. പച്ച നോണ ഈ പറഞ്ഞൊക്ക എല്ലാ സഖാഫികളും ഇറങ്ങി. വാബ് സഖാഫിയൊക്കെ ഇറങ്ങിയല്ലോ ആരാ ജബ്ബാറാജിനെ തോൽപ്പിക്കാൻ വേണ്ടി. ഇനിയും പറയട്ടെ, കളവ് പറയാനുള്ള ഉളുപ്പില്ലാത്ത ജാതിയാ. പച്ച നോണ മശായിഖന്മാരുടെ നിർദ്ദേശമില്ലാതെ പറഞ്ഞോണ്ട് പറയണേ. നിർത്തി കേട്ടോളി. ഒന്നായിട്ട് അടുപ്പിലാണ് ഞാൻ കാണിച്ചുതരാം. ഒന്നായിട്ട് തൂറ്റിപ്പോണ്ടേ. പക്ഷേ ജബ്ബാറാജിനെ വിശദീകരിച്ചോട് കൂടി എന്തായി? ഒക്കെ പാളിസായി. പ്രത്യേകിച്ച് ജബ്ബാർ ഹാജിയെ പോലെയുള്ള ആളുകളെ ഫോക്കസ് ചെയ്തിറങ്ങി. AP വിഭാഗത്തിന്റെ എല്ലാ ചാനലുകളും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി. കേട്ടില്ലങ്ങള്? ഇതും പച്ചക്കളവ്. എത്ര കളവാ ചങ്ങായി ഒരു പ്രസംഗത്തിൽ പറഞ്ഞിങ്ങള്. AP വിഭാഗത്തിന്റെ എല്ലാ ചാനലുകളും ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി. നമ്മളെ സർവ്വ ചാനലുകളും ജബ്ബാറാജിനെ തോൽപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നാ പറയണ്ടേ. ഇനിയും കേട്ടോളി. രാഹുവിന്റെ ഘോഷയാത്ര ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിവെന്താ? ജബ്ബാറാജിനെ ഇന്ന് പറഞ്ഞ് എന്ത് ജബ്ബാറാജി പറഞ്ഞ ഞാൻ കൽപ്പിച്ചുതരാം. അങ്ങനെയാണ് ജബ്ബാറാജി പറയോ? ഈ കാലം വരെ പറയാത്ത ജബ്ബാറാജി ഇന്ന് പറഞ്ഞേ. ജബ്ബാറാജി ആദ്യം നമ്മളോട് പറഞ്ഞു ഒരു 5000 ഒക്കെ കിട്ടുന്നതാണ്. ഇപ്പൊ നോക്കുമ്പോ 13,000-ലേറെ ഭൂരിപക്ഷത്തിനകത്ത് അയാൾ ജയിച്ചത്. ഇങ്ങനെയാണ് നിങ്ങൾ എല്ലാ സ്ഥലത്തൊന്നും കൂടിക്കൊടുക്കുക, ഒരു ഉസാറായി ജയിച്ചോളും. ജബ്ബാറാജി ഓനോട് പറഞ്ഞല്ലോ 5000 വോട്ടും ജയിക്കും.
13,000 ജയിച്ചു. ആ ജബ്ബാറാജിനെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ജയിച്ചെന്നുള്ളത്. ഇപ്പൊ കാണാൻ പോകുന്നുള്ളൂ ചെയ്യും. അത് പറഞ്ഞതോട് കൂടി എന്റെതൊക്കെ പാളീസായി ചങ്ങായി. കാലഘട്ടത്തിന് മശായിഖന്മാര് ഷെയ്ത്താന്മാരെ നിർദ്ദേശം വെച്ച് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായോ? നാണം കെട്ടില്ല ചങ്ങായി. ആകെ വഷളായി, ഉടുത്തി ദൂര്യമാരിയായി. പ്രതിപക്ഷം പോലും ഇല്ലാതെ ജബ്ബാറാജി ഭരിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ രൂപത്തിലേക്ക് നിങ്ങൾ ആക്കി കൊടുത്തതല്ലേ? എന്തിനാ നിങ്ങൾ ഇതിൽ ഇറങ്ങിയത്? പ്രതിപക്ഷം പോലും ഇല്ലാതെ ഭരിക്കാൻ പോവാണ്. ആ രൂപത്തിലേക്ക് ആക്കി കൊടുത്തത് ഞങ്ങളാണ്. ജബ്ബാറാജിനെ ജയിപ്പിച്ചില് മുസ്ലിം ജമാഅത്തിന് പങ്കുണ്ടെന്നും മുസ്ലിം ജമാഅത്തിന് ജബ്ബാറാജി നന്ദിയും പറഞ്ഞിട്ടുണ്ട്. ഓരെ ഞങ്ങളെടുത്ത പണിക്ക് ഞങ്ങൾക്ക് മൂപ്പര് നന്ദി അറിയിച്ചിട്ടുണ്ട്. വെറുതെ മൂപ്പര് നന്ദി അറിയിക്കില്ലല്ലോ. കടപ്പാട്, തീരാത്ത കടപ്പാടുണ്ട് മുസ്ലിം ജമാഅത്തിനോട് എന്ന് പറഞ്ഞ്. എങ്ങനെയുണ്ട്? ഇജിർത്ത പണിയൊക്കെ വാത്തിലായി. ഇവ ഒന്നുകൂടി ഇവൻ ചോദിക്കട്ടെ, എന്ത് എന്തായിപ്പം എന്തായാലും ഞാൻ കാണിച്ചു തരാം. അതുകൂടി കേൾക്കട്ടെ. മൊയ്ലിയമാര് തലങ്ങും വലങ്ങും ഓടി രാത്രി ഒഴിവില്ലാതെ വോട്ടുപിടുത്തത്തിനായി നടന്നു. വിജയമുറപ്പിച്ചു. എന്തായാലും തോൽപ്പിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. എന്നിട്ട് എന്തായിപ്പോ ചോദിച്ചിട്ടില്ല. എന്നിട്ട് എന്തായിപ്പം ജബ്ബാറാജിനെ പറഞ്ഞ കേട്ടോ? എന്തായി? ഇജി പറഞ്ഞപ്പോ എന്തായി? ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. അതല്ലോ ജബ്ബാറാജി പറഞ്ഞേ. ഇജി പറഞ്ഞ മാതിരിയാണ് ജബ്ബാറാജി എങ്ങനെ പറയോ? ജബ്ബാറാജി പറഞ്ഞ കേട്ടോളി. എന്തായാലും ഇപ്പൊ കാണിച്ചു തരാം. ആര് പറഞ്ഞതാണ് ഇവിടെ നടന്നതെന്നും, എന്റെ കാലഘട്ടത്തിലെ മശായിഖന്മാരെന്ന് പറയുന്ന ശൈത്താന്മാര് പറഞ്ഞതാണോ ഇവിടെ നടന്നത്? അതല്ല, എന്താണ് ഇവിടെ നടന്നത്, എന്തുണ്ടായിരുന്നൊക്കെ കണ്ടോ? കണ്ണു തുറന്ന് കണ്ടോ? നമ്മോട് കാണിച്ചത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവരോട് എനിക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട്. കാരണം ഒരു കാലഘട്ടത്തില് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടും എല്ലാം മറന്നും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട AC മൻസൂർ ഹാജിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളെ നേർക്ക് കുതിര കയറാൻ വന്നാൽ ഇന്ത്യ രാജ്യമാണ്, നിയമപരമായി ഞങ്ങൾ നേരിടും. ഓർമ്മ വേണം. കേട്ടില്ലേ? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് എനിക്ക് അതിയായ കടപ്പാടുണ്ട്. അപ്പൊ മൂപ്പരെ ജയത്തില് കേരള മുസ്ലിം ജമാഅത്തുകാര് മൂപ്പരെ സഹായിച്ചിട്ടുണ്ട്. അതിന് നന്ദി അറിയിക്കുക. മുമ്പുള്ളതൊക്കെ മറന്ന്, മുമ്പ് പല ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത പല സംഗതികളുണ്ടായിട്ടും അതൊക്കെ മറന്നിട്ട് മുസ്ലിം ജമാഅത്തുകാർ, കേരള മുസ്ലിം ജമാഅത്തിന്റെ ആളുകള് എന്റെ വിജയത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. കാട്ടുകള്ള നൗഷാദ് എന്താ പറഞ്ഞേ? തോൽപ്പിച്ചാ നടന്നു. ജബ്ബാറാജി പറഞ്ഞു എന്നെ ജയിപ്പിച്ചത് മുസ്ലിം ജമാഅത്തിന് പങ്കുണ്ട്, എന്റെ ജയത്തിൽ മുസ്ലിം ജമാഅത്തുകാർക്ക് പങ്കുണ്ട് എന്ന് ജബ്ബാറാജി. കാട്ടുകള്ളൻ പറഞ്ഞേ ജബ്ബാറാജിനെ തോൽപ്പിച്ചാൻ വേണ്ടി ഇവരെ നോയിട്ടിറങ്ങി, കച്ചകെട്ടിറങ്ങി. എന്തായി? പ്രസവിച്ച പെണ്ണ് വരാൻ എനിക്ക് വേദനയില്ല. കണ്ടുകിற വത്താച്ചി നൗഷാദ് എന്താ പറഞ്ഞേ? അല്ല, വേദന ഉണ്ട്. തോൽപ്പിച്ചത് AP-ക്കാർ തോൽപ്പിക്കാനാണ് ഇറങ്ങിയത്. ജബ്ബാറാജി എന്നെ ജയിപ്പിച്ചതിൽ മുസ്ലിം ജമാഅത്തിലേക്ക് പങ്കുണ്ട്. എങ്ങനെയുണ്ട്? കാട്ടുകളൊക്കെ പൊളിഞ്ഞ് പാളീസായില്ലേ? ഒരു പ്രസംഗം തന്നെ തൂറ്റിപ്പോയിടും. എത്രമാത്രം ഒരു നിരായുധരാ. എന്നിട്ടോ തെരഞ്ഞു നടന്നിട്ട് സങ്കടത്തിന് അരിച്ചു കൊടുത്തപ്പോ മഹാസങ്കടം വിരിയൊന്ന കോലപ്പോ. എടാ ചെങ്ങായിമാരെ, ഏത് ലോകത്തങ്ങള് ജീവിക്കണത്? ഒരാൾക്ക് അജ്ഞത ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അജ്ഞതയെ അലങ്കാരമായി കൊണ്ടു നടക്കാൻ പാടുണ്ടോ? ഈ റമദാന്റെ ശേഷങ്ങളെ കഷ്ടക്കാരാ. ഞങ്ങൾ ഓരോന്ന് തുടങ്ങാൻ പോവാണ്.